നമ്മൾ അക്വേറിയങ്ങളിൽ എയറേഷൻ കൊടുക്കാനായിട്ട് എയർ പമ്പ് അല്ലെങ്കിൽ എയറേറ്റർ ഉപയോഗിച്ച് നമ്മൾ എയർ സ്റ്റോൺ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. പലരും അത് ജസ്റ്റ് വെറുതെ അക്വേറിയത്തിലേക്ക് ഇട്ട് കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത്. അതായത് ജസ്റ്റ് ആ ട്യൂബ് അക്വേറിയത്തിലേക്ക് വെറുതെ ഏതെങ്കിലും ഒരു മൂലയിലേക്ക് ഇറക്കി വിടുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ടൊന്ന് ഒതുക്കി നീറ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സക്ഷൻ കപ്പുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ആ താഴെ കിടക്കുന്നത് കണ്ടില്ല, ആ ട്രാൻസ്പാരൻറ്റ് കളറിലുള്ള സക്ഷൻ കപ്പുകൾ അക്വേറിയം ഷോപ്പുകളിൽ നിന്ന് മേടിക്കാനായിട്ട് കിട്ടും. അതിനധികം വിലയൊന്നും വരുന്നില്ല. അതിൻ്റെ വില ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, വളരെ തുച്ഛമായിട്ടുള്ള വില തന്നെ വരുന്നുള്ളൂ ഒരു പീസിന്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു എയർ സ്റ്റോൺ നല്ല വൃത്തിയായിട്ട് നമുക്ക് അക്വേറിയത്തിനകത്ത് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ഒരു സംഭവം അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് മുമ്പ് അറിയുന്നുണ്ടായിരുന്നില്ല. നമ്മൾ പിന്നെ വീഡിയോകളിലൊക്കെ കണ്ടിട്ട് നമ്മൾ അക്വേറിയം ഷോപ്പിൽ ചെന്ന് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അവിടെ കിട്ടുമെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞത്. സാധാരണ നമ്മൾ എയർ പമ്പിൽ നിന്ന് ഈ ഒരു ഹോസ് വഴി എയർ സ്റ്റോൺ സെറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ അക്വേറിയത്തിനകത്ത് കൊണ്ടിടുമ്പോൾ അത് തോന്നിയ പോലെ ആയിരിക്കും അക്വേറിയത്തിനകത്ത് നിൽക്കുന്നത്. നമുക്ക് ഒതുക്കി വെക്കാനൊന്നും പറ്റില്ല. മാത്രമല്ല ഇതിൽ നിന്ന് ബബിൾസ് വരാൻ തുടങ്ങുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ഈ ഒരു എയർ സ്റ്റോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അക്വേറിയത്തിൽ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അക്വേറിയത്തിൻ്റെ ഏതൊരു ഭാഗത്തും കൊണ്ട് ഇത് കണക്ട് ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ അക്വേറിയത്തിൻ്റെ ബാക്ക് സൈഡിലെ ഗ്ലാസ് ആണ്. ഈ സക്ഷൻ കപ്പുകളുടെ എണ്ണം നമ്മൾ അക്വേറിയത്തിൻ്റെ ഹൈറ്റ് അനുസരിച്ച് നമ്മൾ എടുത്താൽ മതി. ഇപ്പോൾ 1.5 അടിയൊക്കെ ഹൈറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു 3 സക്ഷൻ കപ്പുകളൊക്കെ എടുക്കാം. പിന്നെ ഹൈറ്റ് അതിനും കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് 2 എണ്ണമൊക്കെ നമുക്ക് ആവശ്യം വരുള്ളൂ. അക്വേറിയത്തിൻ്റെ ബാക്ക് സൈഡിലെ ഗ്ലാസ്സിൽ നമുക്ക് ഏത് ഏരിയ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇപ്പോൾ സിംഗിൾ വാൽവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റിലോ ലെഫ്റ്റിലോ ഉള്ള ആ ഒരു ആംഗിൾ ഭാഗം ഉണ്ടല്ലോ, അവിടെ കൊണ്ട് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് മിഡിലിൽ സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാം. എന്നിട്ട് ഈ 3 സക്ഷൻ കപ്പുകളും ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ മതി. ഈ എയർ സ്റ്റോണിൻ്റെ ഭാഗം ഏറ്റവും അടിഭാഗത്ത് സ്റ്റിക്ക് ചെയ്യുക, മിഡിലുള്ളത് മിഡിലും, അതുപോലെ തന്നെ ഏറ്റവും അവസാനം വെച്ചത് ടോപ്പിലും സ്റ്റിക്ക് ചെയ്ത് വെക്കുക. അക്വേറിയത്തിൻ്റെ ഗ്ലാസ്സിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരുന്നോളും. അല്ലാതെ നമ്മൾ സാധാരണ വെറുതെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തോന്നിയ പോലെ വളഞ്ഞിട്ടൊക്കെ ആയിരിക്കും കിടക്കുക. അതുപോലെ തന്നെ ഈ എയർ സ്റ്റോൺ ചില സമയത്ത് മൂവ് ചെയ്യാറുണ്ട്. അതായത് നമ്മൾ ഈ ബബിൾസ് വരുന്ന സമയത്ത് എയറിൻ്റെ പ്രഷർ കൊണ്ട് അത് ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യും. ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മൂവ് ചെയ്യുന്നതൊക്കെ ഫുള്ളായിട്ട് ഒഴിവാക്കാം. ഇനി ഡബിൾ വാൽവ് എയറേറ്ററാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ട്യൂബ് ഉണ്ടായിരിക്കും ഇതുപോലെ. അപ്പോൾ ഒരു ട്യൂബ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ആംഗിളിലും അതുപോലെ തന്നെ ഒരു ട്യൂബ് നമ്മുടെ റൈറ്റ് സൈഡിലെ ആംഗിളിലും സെറ്റ് ചെയ്ത് കൊടുക്കുക അക്വേറിയത്തിൻ്റെ ബാക്ക് സൈഡ് ഗ്ലാസ്സിൽ. പിന്നെ വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എയർ സ്റ്റോൺ ഞാൻ പറഞ്ഞു ഇപ്പോൾ 3 എണ്ണം നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ഈ എയർ സ്റ്റോൺ ഏറ്റവും അടിയിലാണ് നമ്മൾ കൊണ്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഏറ്റവും അടിയിൽ സ്റ്റിക്ക് ചെയ്യുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ആ എയർ സ്റ്റോൺ മധ്യഭാഗത്ത് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അതായത് ഡെപ്തിൽ കൊണ്ട് വെക്കുന്നതിന് പകരം നമുക്ക് അക്വേറിയത്തിൻ്റെ മിഡിൽ ഭാഗത്ത് കൊണ്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ബോട്ടത്തിൽ നിന്ന് ബബിൾസ് മുകളിലേക്ക് വരുമ്പോൾ എജിറ്റേഷൻ വളരെ കൂടുതലായിരിക്കും. മധ്യഭാഗത്ത് വരുമ്പോൾ എജിറ്റേഷൻ്റെ ആ ഒരു ഇത് കുറച്ച് കുറയും. എജിറ്റേഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ വേവ്സിൽ പെട്ട് മീനുകൾ ബുദ്ധിമുട്ടുന്നത് നമുക്ക് കാണാം. ഒന്നുകിൽ നമ്മൾ എയറേറ്ററിൻ്റെ സ്പീഡ് കുറച്ച് സെറ്റ് ചെയ്ത് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മധ്യഭാഗത്ത്, അതായത് നമ്മൾ ഹൈറ്റ് കൂട്ടി സെറ്റ് ചെയ്യും തോറും വെള്ളത്തിൽ ഉണ്ടാകുന്ന എജിറ്റേഷൻ്റെ ഇത് കുറവായിരിക്കും. അപ്പോൾ മീനുകൾക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാവില്ല.